Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. കാരുണ്യവാനും സ്നേഹസ്വരൂപനുമായ ദൈവമേ, ഇന്നത്തെ അങ്ങയുടെ പ്രത്യേക അനുഗ്രഹത്തിൻ്റെ ദിവസം ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ, ഞങ്ങളുടെ മക്കൾക്കായി ഒരുക്കിയ ഈ മനോഹരമായ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ശില്പ പുതിയൊരു ജീവിതത്തിലേക്ക്, അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയിലേക്ക് അവൾ ഇറങ്ങുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ അവൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക, എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ അവൾ ജീവിക്കുവാനായിട്ട്. പക്ഷേ അങ്ങാണ് വിവാഹമൊരുക്കുന്നത്, ഭൂമിയിൽ അങ്ങ് ചേർത്ത് വെക്കുകയാണ് ജീവിതങ്ങളെ. പക്ഷേ ജീവിതത്തെ ഏറ്റവും ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ജ്ഞാനം നൽകണമേ, ആവശ്യമായ വിവേകം നൽകണമേ. ശ്രീ ഏറ്റവും വിവേകത്തോടെ, ദൈവഭക്തിയോടെ, ദൈവഹിത പ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും ഈ മക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വത്തിനാവശ്യമായ എല്ലാ കൃപാവരങ്ങളാലും കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ എല്ലാ പോരായ്മകളും അങ്ങ് പരിഹരിക്കണമേ. അറിവില്ലായ്മകളിൽ അങ്ങ് അറിവ് പകർന്നു കൊടുക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ എപ്പോഴും നിറയ്ക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹം നിറയുമ്പോൾ, അങ്ങയോടുള്ള ഭക്തി നിറയുമ്പോൾ, അവിടുത്തെ ജ്ഞാനമാണല്ലോ ഓരോ ആത്മാവിലേക്കും വന്നു വീഴുന്നത്. അത് അവരുടെ ജീവിതത്തിന് ആവശ്യമായ താങ്ങും തണലുമേകി കൂടെ നിൽക്കും. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും മക്കൾക്ക് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇടപെട്ടും ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ തോബിയാസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഭാര്യയെ കണ്ടെത്തുവാൻ വേണ്ടി ഒരു ദൈവദൂതനെ അങ്ങ് നിയോഗിക്കുകയാണ്. എൻ്റെ ദൈവമേ, എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യനെ, ദൈവത്തോടു കൂടെ ആയിരുന്ന മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട് ദൈവത്തോടു കൂടെ ജീവിക്കുവാനായിട്ട് അനുവദിക്കുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി തരുന്നു. ഈശോയെ, ചേർന്ന് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കല്യാണ നാളിൽ സ്വർഗപിതാവിൻ പ്രിയപുത്രൻ കാനായിൽ കല്യാണ നാളിൽ സ്വർഗപിതാവിൻ പ്രിയപുത്രൻ വെള്ളം തുടുവിഞ്ഞാക്കി മാറ്റി.
നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
പരിശുദ്ധാത്മാവിൻ സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കുകയും സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10:2-9 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ നിർദ്ദേശിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കഠിനംകൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അത് ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം വിവാഹമെന്ന ഉദാസ വഴി ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുന്ന ബ്രിജിൽ, ശില്പ, അവരുടെ മാതാപിതാക്കളെ, ഒരു സ്നേഹമുള്ള സജ്ജിച്ച, തോണിയിച്ച, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ഉപരിതമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, വിവാഹമെന്ന ഉദാസ വഴി ബ്രിജിലും ശില്പയും ഇന്ന് ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുകയാണ്. തിരുസഭ ഒത്തിരിയേറെ സന്തോഷിക്കുന്ന ഒരു സുന്ദര ദിനമാണ്. തിരുസഭ മാത്രമല്ല, ഈ ചെങ്ങോം ഇടവകയും അതുപോലെ ഇടയ്ക്കത്തോട് ഇടവകയും ഇടയ്ക്കേക്കര കുടുംബവും ഒരിക്കൽ കുടുംബവും ഒക്കെ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് സാക്ഷികളാകാൻ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കുക. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും. മിശിഹായ്ക്ക് സഭ വിധേയയായിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന് വിധേയയായിരിക്കും. അപ്പോഴാണ് ആ കുടുംബ ജീവിതം മനോഹരമായിരിക്കുന്നത്, സന്തോഷം നിറഞ്ഞതായിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരസ്പര സ്നേഹമാണ്. സ്നേഹമില്ലാത്ത കുടുംബജീവിതം അർത്ഥമില്ലാത്തതാണ്. സ്നേഹവും ഇഷ്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്രയും നാളും ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിരുന്നു. കാരണം ഇവർ വിവാഹിതരായിട്ടില്ല, കുടുംബജീവിതത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടില്ല, കർത്താവ് ഇവരെ ഒന്നിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർക്കുണ്ടായിരുന്ന ഇഷ്ടങ്ങളായിരുന്നു. പരസ്പരം കണ്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ അവര് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. നമുക്കറിയാം, കുറെ നാളുകൾക്ക് ശേഷമാണ്, പരിചയത്തിന് ശേഷമാണ് ഇവർ വിവാഹിതരായത്. അറിയാവുന്ന കാര്യം. തീർച്ചയായിട്ടും ഇത്രയും നാളുണ്ടായിരുന്നത് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇഷ്ടമല്ല സ്നേഹമെന്ന് തിരിച്ചറിയേണ്ടത് വിവാഹം ഉദാശയിലേക്ക് പ്രവേശിക്കുക. വിൽസൺ ഇപ്പോൾ സൊസൈറ്റിയുടെ സ്ഥാപകനായ വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാന, അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ വിവാഹത്തിനാകുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഫ്രെഡറിക്, നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നിനക്കൊരു വിവാഹമൊക്കെ കഴിക്കണ്ടേ, ഒരു കുടുംബമൊക്കെ വേണ്ടേ. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുക, എനിക്ക്
വിവാഹം ഇപ്പോൾ വേണ്ടച്ചു. കാരണം ഞാൻ വിവാഹിതനായാൽ ഇപ്പൊ ചെയ്യുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഏതായാലും അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം അച്ഛൻ ഫ്രെഡറിക് ഓസാമിനെ കണ്ടു. ചോദിച്ചു, എങ്ങനെയുണ്ട്, സുഖമാണോ, വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഉടനെ തന്നെ വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാം ഇങ്ങനെ പറഞ്ഞു, അതായത് എൻ്റെ കുടുംബ ജീവിതം ഇപ്പോൾ കൂടുതൽ സന്തോഷകരമായിരിക്കുന്നു. കാരണം എനിക്ക് കിട്ടിയത് ഒരു മാലാഖിയാണ്. എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് ഇപ്പോൾ കൂടുതലായി ചെയ്യാൻ പറ്റുന്നു. കാരണം എൻ്റെ ഭാര്യയുടെ സപ്പോർട്ട്, പ്രാർത്ഥന, ഇതൊക്കെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം ഇപ്പോഴുണ്ട്. എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിൻ്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി നന്മയിൽ വളർത്താനുള്ള കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയുടെ കൂടി ആർക്കും കൊടുപ്പിച്ചതും വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് പ്രാധാന്യം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുവനന്തപുരത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പുരുഷന്റെ ജീവിത നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാലനങ്ങൾ വാഴ്ത്തുന്നു. ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിക്കുന്ന ഈ ഉദാശയോഗ്യതയോടെ പരിഗണന ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊല്ലുന്നതേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടുകൂടി ശില്പയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ശില്പ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റിജിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം ബന്ധുവനം ചേർത്ത് പിടിക്കുന്നു.
അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ കർത്താവായ യേശു നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പതിവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും പതിവന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉന്നതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവം ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവനത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മണ്ണിനോട് തീർക്കാം കല്യാണലോകനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. Oh
സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശുദ്ധതയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് സുവിശേഷം സാക്ഷിയായി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചോദിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ളവോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുക്കുലത്തിന്റെ നായകനായ യോസേഫിന്റെയും ആദിസ്യം
ഇവരുടെ കുടുംബജീവിതത്തെ ശുഭപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥനയുടെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായിലേക്കും അനന്തമായ സ്നേഹത്താൽ കൃഷ്ണശ്രീയുമായി സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിവാഹത്തിന്റെ ഉദാസ്യാന്തരമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശയുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രത്യേകവുമായ സജീവതയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാസനങ്ങളെ സ്ഥിരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയും നിങ്ങൾ കുടുംബം മുഴുവൻ പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആശ്രയത്തിലൂടെ സഹായിക്കുവാൻ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമുള്ളവയിലവിടത്തേക്ക് ശുദ്ധിയും ബഹുമാനവും കൃത്യതയും സമർപ്പിക്കുന്ന നിങ്ങളെ ഉപരാകട്ടെ. നവനിർമ്മലമായ നിങ്ങളെയും ഈ തിരക്കത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.